ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 165 സന്ദേശം ഇങ്ങനെയാണ്: എന്നെ സന്തോഷിപ്പിക്കണം എന്ന് നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ അതിശക്തവും അത്യഗാധവുമായ കരുണയെപ്പറ്റി ലോകത്തോട് പറയുക. എന്നെ സന്തോഷിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ അതിശക്തവും അത്യഗാധവുമായ കരുണയെപ്പറ്റി ലോകത്തോട് പറയുക. ഡയറി 165. കർത്താവ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അസൂയയോടെയാണ് അഭിലഷിക്കുന്നതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും വിശുദ്ധർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ ലോകത്തിൽ ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ മനുഷ്യന് വേണ്ടി കുരിശിൽ മരിക്കുവാനും പീഡകൾ സഹിക്കുവാനും മനുഷ്യാവതാരം ചെയ്യുവാനും ദൈവം ഒരിക്കലും മടി കാണിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുകയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവിടുന്ന് അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തെ നമുക്ക് തിരികെ സന്തോഷിപ്പിക്കണമെങ്കിൽ, ഈ സ്നേഹത്തിന് പ്രതിനന്ദിയായിട്ട് സ്നേഹം കൊണ്ട് നമുക്ക് അവിടുത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള എളുപ്പവഴി ദൈവ കരുണയെപ്പറ്റി പാപികളോട് പറയുക എന്നുള്ളതാണ്. കാരണം ഒരാത്മാവ് പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് തന്നെ അവൻ്റെ അത്രയും വിലയുള്ളവനായിട്ട് നമ്മളെ ഓരോരുത്തരെയും കരുതിക്കൊണ്ട് അവിടുന്ന് നമ്മളെ സ്നേഹിക്കുകയും തിരികെ വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുക. ഏറ്റവും വലിയ പാപിക്കാണ് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം എന്ന സന്ദേശം നമുക്ക് ഓർമ്മിക്കുക. അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു പാപിയും ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആത്മാക്കളെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ദൈവത്തിൻ്റെ കരുണയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിത്യനാശത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമുക്കായാൽ അതുതന്നെയാണ് ദൈവത്തെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്ന കാര്യം. ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് പ്രഘോഷിക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് അവിടുത്തെ കരുണയെ പ്രഘോഷിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.